എല്ലാവർക്കും നമസ്കാരം. നോയ് ദ ബൈബിളിൽ നിന്ന് നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഓതർ അല്ലെങ്കിൽ റൈറ്റർ ആരാന്നുള്ളത് അൺനോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ പണ്ഡിതർ ഇതിനെ മൊർദെഖായിയാണ് ഇത് എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അതിനകത്ത് ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മൊർദെഖായി അവിടെ ഇരുന്ന് മൊർദെഖായി ആയിരുന്നു എസ്തേറിൻ്റെ പുസ്തകത്തിൽ മെയിനായിട്ടും അറിയപ്പെടുന്ന വ്യക്തി. ഇനി അതുകൂടാതെ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, എസ്രായുടെ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ സംസാരിച്ചു, എസ്രായുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ യഹൂദയിലേക്ക് മടങ്ങി വന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു, ഒരു മൊർദെഖായി എന്നുള്ള പേരും കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും മൊർദെഖായി ആയിരിക്കണം ഇത് എഴുതിയത്. എനിവേ എന്തായാലും ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യാത്തിടത്തോളം അത് അൺനോൺ എന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾക്ക് ആരെഴുതി എന്നതിൽ അല്ലല്ലോ, അതിനകത്തെ കാതലായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 10 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത് എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത്. ഇനി എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ഇവരെവിടെയായിരുന്നു? ഇവർ ബാബിലോൺ പ്രവാസത്തിലായിരുന്നു അല്ലേ. അപ്പോൾ പാർസി രാജാവിൻ്റെ ആ ഒരു കീഴിൽ ഇസ്രായേൽ മക്കൾ, ഒരു കൂട്ടം ഇസ്രായേൽ മക്കളായിരിക്കുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രാജാവിൽ നിന്ന് കൽപ്പന മേടിക്കുകയും അങ്ങനെ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കൽപ്പന മേടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അല്ലേ. അപ്പോൾ അങ്ങനെ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കൽപ്പന മേടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഹാമാന്റെ ചരിത്രം. എന്നാൽ ദൈവം എസ്തേറിലൂടെ എന്താണ് ആ ജനത്തിന് വിടുതൽ കൊടുക്കുകയും അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി നിന്ന ഹാമാനെ ദൈവം അവിടെ തൂക്കിക്കളയുകയും ചെയ്തു എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുവെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നതാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നേ ഇല്ലല്ലോ എന്ന് അവിടെ പല പണ്ഡിതന്മാരും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? ഉപവാസം അല്ലേ. എസ്തേർ രാജ്ഞി എന്താണ് 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ ഈ 3 ദിവസം ഉപവാസം ആരുടെ മുന്നിലായിരുന്നത്? ദൈവത്തിൻ്റെ മുന്നിലായിരുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് അർത്ഥമില്ല. ഉപവാസത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഉത്തരം ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം അഹശ്വേരോസ്, പാർസി രാജാവായ അഹശ്വേരോസിൻ്റെ കാലത്ത് ഈ അഹശ്വേരോസ് രാജാവ് പുള്ളിക്ക് എന്താണ്, പുള്ളിക്കൊരു സുന്ദരിയായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. ആ രാജ്ഞിയായിരുന്നു ആര്? വാസ്തി അല്ലേ, വാസ്തി രാജ്ഞി. അപ്പോൾ പുള്ളിക്കാരത്തി എന്താണ്, അനുസരണക്കേട് കാണിച്ചു, രാജാവിൻ്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. നമ്മൾക്കറിയാം കഥയൊക്കെ അല്ലേ. കഥ അറിയത്തില്ലെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകം പോയി വായിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വാസ്തി രാജ്ഞി അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ ഒഴിവിലേക്കാണ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? എസ്തേറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എസ്തേർ ആരായിരുന്നു? മൊർദെഖായിയുടെ ഒരു സഹോദര പുത്രിയും കൂടിയായിരുന്നു ആര്? ഈ എസ്തേർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൊർദെഖായിയാണ് എസ്തേറിനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത്? രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് പറഞ്ഞു വിട്ടത് അല്ലേ. കന്യകമാരെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ എസ്തേറിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അവിടെയുള്ളവർക്കെല്ലാം എസ്തേറിനോട് കൃപ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആരൊരുക്കി കൊടുത്തു? ദൈവം ഒരുക്കി കൊടുത്തു. എന്ന് വെച്ചാൽ അവളുടെ പെരുമാറ്റത്തിലൂടെ, അവളുടെ സംസാരത്തിലൂടെ, അവളുടെ ചിരിയിലൂടെ എല്ലാം എന്താണ്, മറ്റുള്ളവർക്ക് അവളോട് കൃപ തോന്നത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി എവിടെ ഉണ്ടായി? ആ കൊട്ടാരത്തിനകത്ത് മുഴുവൻ വ്യാപരിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. എസ്തേറിനെ സൂക്ഷിക്കുവാനായിട്ട് കൊടുത്ത ആ ഒരു ഷണ്ടൻ അല്ലെ, ആ ഒരു വ്യക്തിക്ക് എന്താണ് എസ്തേറിനോട് പ്രത്യേക കരുണ തോന്നിയെന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ടോ എസ്തേറിനെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എസ്തേർ രാജാവിൻ്റെ അടുത്തോട്ട് പോകേണ്ട സമയമായപ്പോൾ ഇവരെന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ അവിടെ എന്താണ്, എസ്തേർ ഒന്നും ചോദിച്ചില്ല. ആ ഷണ്ടനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഈ എസ്തേറിനെയൊക്കെ ഒരുക്കി അങ്ങോട്ട് പറഞ്ഞയക്കുന്ന വ്യക്തി എന്താണോ കൊടുത്തത് അത് മാത്രം മേടിച്ചുകൊണ്ടാണ് എസ്തേർ പോയത്. എന്ന് വെച്ചാൽ എസ്തേറിന് സ്വന്തമായ ഇഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എസ്തേർ അവർക്ക് കീഴടങ്ങിയിരിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ള എസ്തേറിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ എസ്തേർ എന്താണ്, രാജസന്നിധിയിൽ ചെല്ലുന്നു. രാജാവിന് എസ്തേറിനോട് കൃപ തോന്നുന്നു. കൃപ തോന്നിയത് മാത്രമാണോ എസ്തേറിനെ വാസ്തി രാജ്ഞിക്ക് പകരം രാജ്ഞിയായിട്ട് അവിടെ ഇരുത്തുവാനും ഇടയായി എന്ന് നമ്മൾക്കറിയാം. ഇനി അതിനുശേഷം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എസ്തേർ എന്താണ്, രാജ്ഞിയായിട്ടും മൊർദെഖായി എന്താണോ പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ച് പോകുന്ന ഒരു കുട്ടിയായിരുന്നു ആരും, എസ്തേർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊർദെഖായിയുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ രാജ്ഞിയായപ്പോഴും മൊർദെഖായി എന്തു പറയുന്നു അത് തന്നെ അനുസരിച്ച് പോകുന്ന ഒരു കുട്ടിയായിരുന്നു ആര്?
എസ്തേർ അല്ലെ. അപ്പോൾ ഈ എസ്തേറിന്റെ അടുത്ത് മൊർദെഖായി എന്താ പറഞ്ഞു വിട്ടെ, നിന്റെ കുലം വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. കാരണം കുലം വെളിപ്പെടുത്തരുതെന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ കാരണം എന്തായിരുന്നു? ഇവരെ എന്തിനു പിടിച്ചോണ്ട് വന്നതാ? അടിമകളാക്കി പിടിച്ചോണ്ട് വന്നതാ. അപ്പോൾ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ രാജ്ഞിയാക്കുവാൻ ആര് മുതിരത്തില്ല? രാജാവ് മുതിരത്തില്ല. അതുകൊണ്ടാണ് നിന്റെ കുലം അവിടെ വെളിപ്പെടുത്തരുതെന്ന് ആര് വെളിപ്പെടുത്തി കൊടുത്തത്? നമ്മുടെ മൊർദെഖായി എസ്തേറിനോട് പറയുവാനായിട്ട് ഇടയായത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് അതിന്റെ മെയിൻ പോയിന്റിലോട്ട് വരാം. ഇവിടെ എന്താണ് നമ്മൾക്കറിയാം, ഈ ഹാമാൻ അല്ലെ, ഹാമാൻ ആരായിരുന്നു? രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഹാമാൻ വ്യക്തി മാത്രമല്ല, രാജാവിന്റെ സന്നിധിയിൽ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കായിരുന്നു? ഹാമാനായിരുന്നു. അപ്പോൾ ഈ ഹാമാൻ യഹൂദന്മാരോട് ദേഷ്യം വരുവാനുള്ള കാരണം എന്താ? ഒരു ഒറ്റ വ്യക്തിയോട് തോന്നിയ ദേഷ്യമാണല്ലേ. ആരോടാ? മൊർദെഖായിയോട് തോന്നിയ ദേഷ്യമാണ്. മൊർദെഖായിയോട് എന്തിനാ ദേഷ്യം തോന്നിയത്? ദേഷ്യം തോന്നിയത് ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ഹാമാനെ കുമ്പിട്ട് ആരാധിക്കണം. അതിനാരും മുതിർന്നില്ല. മൊർദെഖായി മുതിർന്നില്ല. അതിന് കാരണം എന്താ? മൊർദെഖായിക്ക് അറിയാം, മൊർദെഖായി യഹൂദനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ മൊർദെഖായിക്ക് അറിയാം ആരുടെ മുൻപിലേ കുമ്പിടാൻ പാടുള്ളൂ, ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ കുമ്പിടാൻ പാടുള്ളൂ എന്ന് ആർക്കറിയാം? മൊർദെഖായിക്ക് അറിയാം. അതുകൊണ്ട് മൊർദെഖായി ഹാമാനെ കുമ്പിടാൻ പോയില്ല. എന്നാൽ ഇത് ആർക്ക് ദേഷ്യമായി? ഹാമാന് ദേഷ്യമായി. ഹാമാൻ പിന്നെ എന്താ ചെയ്തത്? രാജാവിൻ്റെ അടുത്ത് ചെന്നു അല്ലേ, മൊർദെഖായിയെ കൊല്ലുവാനുള്ള ഒരു മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയുടെ കുലത്തെ മുഴുവൻ, യഹൂദ കുലത്തെ മുഴുവൻ നശിപ്പിച്ചു കളയണം. എന്ന് വെച്ചാൽ ദേഷ്യം തോന്നിയത് ഒരു വ്യക്തിയോടും, പക്ഷേ ആ കുലത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനുള്ള ഓർഡർ ആരുടെ അടുത്തുനിന്ന് വാങ്ങി? നമ്മുടെ രാജാവിൻ്റെ അടുത്തുനിന്ന് വാങ്ങി. അപ്പോൾ രാജാവിന് എന്താണ്? ചരിത്രങ്ങളൊന്നും അറിയുന്നില്ല. തൻ്റെ രാജ്ഞിയും ഈ കുലത്തിൽപ്പെട്ടതാണെന്നൊന്നും ആർക്കറിഞ്ഞുകൂടാ? നമ്മുടെ രാജാവിന് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറഞ്ഞത്, രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തതെന്ന്. എന്നിട്ട് ഈ പുള്ളി എന്താണ് അതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അല്ലേ. അപ്പോൾ ഇതെല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞപ്പോഴെന്താണ് നമ്മുടെ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ മുഴുവൻ വിഷമത്തിലായി. അങ്ങനെ മൊർദെഖായി മുഖാന്തരം നമ്മുടെ എസ്തേറും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ എസ്തേർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എസ്തേർ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആരോട് ചോദിച്ചു? മൊർദെഖായിയോട് ചോദിച്ചു. മൊർദെഖായി നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ എസ്തേർ അവിടെ പറയുകയാണ്, എനിക്കെന്താണ്, എന്നെ 30 ദിവസമായിട്ട് രാജാവിൻ്റെ സന്നിധിയിൽ വിളിപ്പിച്ചിട്ടില്ല. ഇനി അതുമാത്രമല്ല, രാജാവിൻ്റെ സന്നിധിയിൽ ആരെങ്കിലും ചുമ്മാ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. ചുമ്മാ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് എന്നുള്ള നിസ്സഹായാവസ്ഥ ആരറിയിച്ചിരിക്കുകയാണ്? ഈ എസ്തേർ മൊർദെഖായി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊർദെഖായി പറഞ്ഞു, നിന്നെ ഈ സ്ഥാനത്തേക്ക് ദൈവം ഇരുത്തിയത് എന്തിനാണെന്നറിയാമോ? ഈ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇരുത്തിയത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ ദൈവം എന്തായാലും യഹൂദ ജനത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ നീയും നിന്റെ പിതൃകുടുംബവും നശിച്ചു പോകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് വേണ്ടുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ നീ എടുത്തോളാൻ ആര് പറഞ്ഞിരിക്കുകയാണ്? മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എസ്തേർ എന്താ ചെയ്തത്? എസ്തേറിനറിയാം, ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു വലിയ പുലിവാല പിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എസ്തേറിനറിയാം, എസ്തേറിനെ രക്ഷിക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം രാജാവിൻ്റെ ഹൃദയത്തെയും പ്രജകളുടെ ഹൃദയത്തെയും എല്ലാം മാറ്റുവാനായിട്ട് കഴിയുന്ന ഒരു സർവശക്തനെ കുറിച്ച് ആർക്കറിയാം? ഈ എസ്തേറിനറിയാം. കാരണം എസ്തേർ ആരുടെ കൂട്ടത്തിലാണ് ജീവിച്ചത്? മൊർദെഖായിയുടെ കൂട്ടത്തിലാണ് ജീവിച്ചത് അല്ലേ. അപ്പോൾ മൊർദെഖായി ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൊർദെഖായിയുടെ വളർത്തു മകളായിരുന്നു എസ്തേർ. ഓക്കെ, അപ്പോൾ ഈ എസ്തേർ എന്താ ചെയ്തത്? എസ്തേർ മൊർദെഖായിയോട് പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് തന്നെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ തോഴിമാരും അന്തപുരത്തിലുള്ളവരൊക്കെ 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുക. അതുകൊണ്ട് എല്ലാ യഹൂദന്മാരോടും പറയണം, എനിക്ക് വേണ്ടി ഉപവസിക്കുവാൻ പറയണം. എനിക്ക് വേണ്ടി ഉപവസിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഉപവസിക്കണം. കാരണം ഇവിടെ എസ്തേർ ജയിച്ചാലേ എന്ത് പറ്റത്തുള്ളൂ? യഹൂദ ജനത്തിന് മുഴുവൻ ജയം അവിടെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഉപവസിക്കുവാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ഉപവസിക്കുവാനായിട്ട് ഒരു ഉപവാസത്തിൻ്റെ പ്രഖ്യാപനം അവിടെ എസ്തേർ നടത്തുവാനായിട്ടിടയായി. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാമല്ലേ, എസ്തേർ ഉപവസിച്ച് 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞും രാജാവിൻ്റെ പ്രകാരത്തിലേക്ക് ചെന്നു. അപ്പോൾ രാജാവിന് എസ്തേറിനോട് കൃപ തോന്നുവാനായിട്ടിടയായി അല്ലേ. ആ രാജാവിൻ്റെ പൊൻചെങ്കൽ എസ്തേറിൻ്റെ നേരെ നീട്ടി. അപ്പോൾ അതിനു മുൻപ് എസ്തേർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എസ്തേർ എന്താ പറഞ്ഞു? നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ, എന്നാലും ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓർക്കുക, ഇവിടെ നിയമപ്രകാരം അല്ലാതെ എസ്തേർ രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ, രാജാവിൻ്റെ അടുത്തുനിന്നും എസ്തേറിന് കൃപയുണ്ടാകുവാൻ എസ്തേർ എന്താ ചെയ്തത്? എസ്തേർ ദൈവത്തെ കൂട്ടുപിടിച്ചു അല്ലേ. ദൈവത്തെ കൂട്ടുപിടിച്ചപ്പോൾ ദൈവം അവളുടെ കൂടത്തിലിരുന്നു. അതിന് എസ്തേർ എന്താ ചെയ്തത്? 3 ദിവസം ഉപവസിച്ചു. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാമല്ലേ, ആ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഹാമാനെയും രാജാവിനെയും ഒക്കെ എങ്ങോട്ട് വിളിച്ചു? വിരുന്നിന് വിളിച്ചു. അത് കഴിഞ്ഞ് ഹാമാൻ എന്താണ്? മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ അതേ കഴുമരത്തിൽ, മൊർദെഖായിക്ക് വേണ്ടിയിട്ട്
ഹാമാൻ കഴുമരമൊക്കെ ഒരുക്കുന്നുണ്ട്, രാജാവിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് അല്ലേ, കഴുമരമൊക്കെ ഒരുക്കുന്നുണ്ട്. ഈ കഴുമരം ഒരുക്കിയതിൻ്റെ പിന്നിൽ ഒരു പെൺബുദ്ധിയുണ്ട്. അതാരാന്നറിയാമോ? ഈ ഹാമാൻ്റെ ഭാര്യയെ പറഞ്ഞത്, നീ എന്ത് ചെയ്യണം, നീ അവനെ തൂക്കിക്കളയാൻ ഒരു കഴുമരം അങ്ങ് ഒരുക്കിക്കും, എന്നിട്ട് ഇവനെ തൂക്കിക്കളഞ്ഞിട്ട് അടുത്ത ദിവസത്തെ വിരുന്നിന് നിനക്ക് സന്തോഷത്തോടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യയുടെയും കൂട്ടുകാരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഈ ഹാമാൻ എന്താ ചെയ്തത്? ഹാമാൻ അങ്ങ് കഴുമരം ഒരുക്കി. ഒരു പക്ഷേ ഈ കഴുമരം ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഹാമാൻ ഒരുപക്ഷെ അതേ കഴുമരത്തിൽ തൂങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരത്തുണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെ എന്താണ്? ആ സ്ത്രീയുടെ വാക്ക് കേട്ടു. അപ്പോൾ ഇത് നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാം. നമ്മൾ എന്താണ് ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള കൃപയില്ലാത്തവരുടെ വാക്ക് കേട്ടിട്ട് എടുത്ത് ചാടരുത് എന്നുള്ളൊരു പാഠവും കൂടെ ദൈവം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമ്മൾക്കറിയാമല്ലേ, ഹാമാനെ തന്നെ ആ കഴുമരത്തിൽ തൂക്കിക്കളഞ്ഞു. അപ്പോൾ അതിന് മുൻപേ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവിച്ചത്? ഈ ഹാമാൻ നമ്മുടെ മൊർദെഖായിയെ കൊന്നുകളയുവാൻ അല്ലെങ്കിൽ ആ കുലത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ഓർഡറൊക്കെ മേടിച്ച് എല്ലായിടത്തും വിളംബരമൊക്കെ നടത്തിയിട്ടിരിക്കുവാണ്. ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുവാണ്, ഇന്ന ഡേറ്റിൽ അവരെ നശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ഓർഡറൊക്കെ മേടിച്ച് എല്ലായിടത്തും കൊടുത്ത് പുള്ളി ഇരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്ക് ഒരു വിഷയം എന്താണെന്നറിയാമോ? ദൈവം അവിടെ ഇടപെട്ടു, രാജസന്നിധിയിൽ ഇടപെട്ടു. അപ്പോൾ എന്താണ്? മൊർദെഖായി രാജാവിനെ കൊല്ലുവാനായിട്ട് എന്താ പറയുക പ്ലാൻ ചെയ്ത 2 ഷണ്ടന്മാരുടെ വിവരം മൊർദെഖായി പണ്ടെപ്പോഴോ ആരെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു? എസ്തേറിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എസ്തേർ, അതെ, എസ്തേറിൻ്റെ പേരിലല്ല, ഓർക്കണമേ, എസ്തേറിൻ്റെ പേരിലല്ല. ആരുടെ പേരില്ല? മൊർദെഖായി ഈ കാര്യം പറഞ്ഞു കൊടുത്തതല്ലേ. അപ്പോൾ മൊർദെഖായിയുടെ പേരിൽ തന്നെ അവിടെ എന്താണ്? രാജാവിനെ ധരിപ്പിക്കുകയും രാജാവ് അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. എഴുതി വെച്ചിട്ട് പുള്ളി ആ കാര്യം മറന്നുപോയി. ഞാനിവിടെ എടുത്തൊരു കാര്യം പറഞ്ഞു, മൊർദെഖായിയുടെ പേരിലെന്ന്. ഇന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അല്ലേ, പലരും പലരെ കോപ്പി അടിച്ചുകൊണ്ട് പോവുകയാണ്, എന്നിട്ട് ഒരു കടപ്പാട് പോലും വെക്കാറില്ല അല്ലേ, കോപ്പി അടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ എസ്തേർ അങ്ങനെയല്ല ചെയ്തത്. എസ്തേറിന് വേണമെങ്കിൽ അത് എസ്തേറിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ എസ്തേർ അത് ചെയ്തില്ല. എസ്തേർ എന്താ ചെയ്തത്? അത് മൊർദെഖായിയാണ് ധരിപ്പിച്ചതെന്നുള്ള കാര്യം തന്നെ രാജാവിൻ്റെ സന്നിധിയിൽ എന്താ പറയുക ധരിപ്പിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഈ രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, അതായത് വിരുന്ന് കഴിച്ച് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന രാജാവ് എന്താ ചെയ്തത്? രാജാവ് അവിടെ ആ ദിനവൃത്താന്ത പുസ്തകം കുറേ നാളുകൾക്ക് ശേഷം ആ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുവാനായിട്ടിടയായി. അപ്പോൾ വായിച്ചപ്പോൾ എന്താണ്? ഈ മൊർദെഖായിയുടെ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് രാജാവിന് ബോധം വന്നത്. രാജാവ് ചോദിച്ചു, ഈ മൊർദെഖായിക്ക് എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്ക് ഒന്നും കൊടുത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ഈ രാജാവ് എന്താ ചെയ്തത്? ഹാമാനെ വിളിച്ചത് അല്ലേ. പുറകിൽ ആര് നിൽക്കുക? ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കുവാനുള്ള അനുവാദം മേടിക്കാനിരിക്കുക. അന്നേരമാണ്ട് ഹാമാനെ വിളിപ്പിച്ചപ്പോൾ ഹാമാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ഹാമാൻ വിചാരിച്ചു ഹാമാൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ജയിച്ചു കൊണ്ടിരിക്കുകയാണ്, രാജാവ് മാനിക്കാൻ പോകുന്നത് ആരെയാ? ഹാമാനെയാണെന്ന് വിചാരിച്ചു അല്ലേ. എന്നിട്ട് ഇപ്പോൾ അതുകൊണ്ട് ഈ ഹാമാൻ എന്താ ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ മൊർദെഖായിനെ മാനിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഹാമാൻ എന്ത് ചെയ്തേനും? ഏറ്റവും കുറവായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ ഹാമാൻ വിചാരിച്ചു ഹാമാനെ മാനിക്കാനായിട്ട് പോകുന്നതെന്നും, അതുകൊണ്ട് ഈ ഹാമാനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതൊക്കെ ആരുടെ പ്ലാനായിരുന്നു? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു കേട്ടോ. ശത്രുവിനെയും കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൊർദെഖായിയെ നശിപ്പിക്കാനിരുന്ന ഹാമാനെയും കൊണ്ട് തന്നെ അവനെ മാനിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തിരിഞ്ഞു വന്നത് കണ്ടോ? തിരിഞ്ഞു വന്നു. എന്നിട്ട് എന്താണ്? ഈ ഹാമാൻ തന്നെ മൊർദെഖായിയെ ഇങ്ങനെ വിളംബരം നടത്തി കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓർത്ത് നോക്കിക്കും. എന്നിട്ട് ഈ സംഭവം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഭാര്യ പറയും, കഴുമരം ഒരുക്കാൻ ആദ്യം ഉപദേശം കൊടുത്ത ഭാര്യ പറയുക, ഇവിടെ നിനക്ക് തെറ്റി, ഇവൻ ആരാ? ഇവൻ യഹൂദ വംശക്കാരനാണ്, നീ ഇവൻ്റെ മുൻപിൽ തോൽക്കുവാനായിട്ട് തുടങ്ങി, നിനക്ക് എന്ത് ചെയ്യത്തില്ല? ഈ യഹൂദനെ ജയിക്കുവാൻ നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓർക്കുക, ദൈവകൃപയുള്ളവനെ ജയിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ജയിക്കുവാൻ പറ്റത്തില്ല. അതായിരുന്നു അവിടെ ഭാര്യ പറഞ്ഞു കൊടുത്തൊരു മറ്റൊരു വാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾക്കറിയാമല്ലേ അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയാം. ഇവിടെ 3 ദിവസം ഉപവസിച്ചു, രാജാവിൻ്റെ സന്നിധിയിൽ നിന്നും അനുകൂലമായ എല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് ഇവർ സന്തോഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്താണെന്നറിയാമോ? ഇവിടെ ഒരു മുദ്രമോതിരം കൊണ്ട് ഓൾറെഡി ഒരു എഴുത്ത് ഹാമാൻ എഴുതിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ആ രേഖ ഇന്നും ഇവിടെ എന്താണ്? നിലനിൽക്കുകയാണ്. ഇവിടെ എസ്തേർ ഇവിടം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു വലിയ അനർത്ഥം യഹൂദന്മാർക്കും എസ്തേറിനും അടക്കം സംഭവിക്കുമായിരുന്നു അല്ലേ. അവിടം കൊണ്ട് നിർത്തിയില്ല. ഉപവാസം കഴിഞ്ഞു, ജയം കഴിഞ്ഞു അല്ലേ. ജയം എന്ന് വെച്ചാൽ അനുകൂലമായിട്ട് രാജാവ് തിരിഞ്ഞു വന്നു. പക്ഷേ എസ്തേർ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു അല്ലേ. അതായത് വിരോധമായിട്ട് എഴുതിയിരിക്കുന്ന രേഖയെ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ അതിന് ബദലായ മറ്റൊരു രേഖ എഴുതിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിപൂർവ്വം ആര് നീങ്ങി? എസ്തേർ മൊർദെഖായും നീങ്ങിയതുകൊണ്ട് ഇവരെന്താ മറ്റൊരു രേഖ അല്ലേ, ഇവർക്ക് അനുകൂലമാകുന്ന മറ്റൊരു രേഖ എഴുതിപ്പിക്കുകയും
അങ്ങനെ യഹൂദന്മാർക്ക് ജയമുണ്ടാകുകയും അവർ പൂരീം എന്ന് പറയുന്ന ഒരു ആഘോഷം അവിടെ നടത്തുകയും ചെയ്തു. ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ ആ ഒരു ആഘോഷമുണ്ട്. അതിൻ്റെ പിന്നിലത്തെ ചരിത്രം ഇതാണ് എന്ന് വെച്ചാൽ, അവരെ നശിപ്പിച്ചു കളയുവാൻ ശത്രുവായവൻ അവർക്ക് വിരോധമായി രേഖ എഴുതിയപ്പോൾ ആ രേഖയെ തകർത്തതിൻ്റെ ഒരു ആഘോഷമായിട്ട് അവരെ എന്താണ് പൂരീം എന്ന് പറഞ്ഞ് ഇന്നും അവർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ദൈവം നമ്മൾക്ക് തരുന്ന പാഠം എന്താണ്? ഒന്ന്, എത്ര വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും മരണത്തിൻ്റെ കെണികളും നമ്മൾക്കെതിരെ വന്നാലും ഉപവസിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ദൈവം നമ്മൾക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു വന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തരുന്നൊരു വാഗ്ദത്തമാണ് കേട്ടോ. അതുകൊണ്ട് ഓർക്കുക, വിഷയങ്ങൾ ഏതുമാകട്ടെ, ഏത് വലിയ വിഷയങ്ങൾ, നിങ്ങൾക്ക് വിടുതലില്ലാത്ത വിഷയങ്ങളാകട്ടെ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇതിനു മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫാസ്റ്റിംഗ് ഇരുന്നാൽ വിടുതലില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല. ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ തയ്യാറായാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു വരുവാനായിട്ട് ഇടയാകും. കാരണം ഇവിടെ എസ്തേർ പറഞ്ഞിരിക്കുക, നിയമപ്രകാരമല്ല ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലേണ്ടത്. കാരണം രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലേണ്ടതിനൊരു നിയമമുണ്ട്. പക്ഷേ ഇവിടെ നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നു. ആ ചെന്നിട്ട് അനുകൂല വിധി എസ്തേറിന് കിട്ടുവാനായിട്ടുള്ള കാരണം എന്താണ്? എസ്തേറിൻ്റെയും കൂട്ടത്തിലുള്ളവരുടെയും ഉപവാസമാണ്, ഉപവാസമാണ്. അതുകൊണ്ട് ഓർക്കുക, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മരണത്തിൻ്റെ ഗണികൾ, അതുപോലെയുള്ള വിഷയങ്ങൾ, നിനക്കെതിരെയുള്ള ഗൂഢാലോചനകൾ, നിനക്കെതിരെയുള്ള വിധിയെഴുത്തുകളൊക്കെ നടത്തുന്നു എന്ന് കാണുമ്പോൾ അത് അവിടെ കരഞ്ഞും നിലവിളിച്ചും ഇരിക്കാനല്ല, ആരുടെ മുൻപിൽ കരയണം? ദൈവത്തിൻ്റെ മുൻപിൽ ഉപവസിക്കുവാൻ, രട്ടെടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? എല്ലാ വിധികളെയും തിരുത്തി, നിനക്ക് വിരോധമായിരിക്കുന്ന വിധികളെ തിരുത്തി ജയം തരുവാനായിട്ട് നമ്മുടെ ദൈവം ശക്തനാണെന്നുള്ള ഒരു വാഗ്ദത്തമാണ് ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മൾക്ക് തരുന്നത്. ഇനി പലരുമുണ്ട്, എന്താണെന്നറിയാമോ? ഉപവാസമിരുന്നു ദൂതും കേട്ടു, നമ്മൾക്ക് ജയമാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. എന്ന് വെച്ചാൽ ജയം നമ്മളുടെ കരത്തിൽ വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? ജാഗരൂകരായിരിക്കണം എന്നുള്ള മറ്റൊരു പാഠവും കൂടെ ദൈവം നമ്മൾക്കിവിടെ തരികയാണ്. ഇനി മൂന്നാമത്തത് ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടത്, അല്ലേ? അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ ദൈവം പറഞ്ഞു തരുന്നത്. ഒന്നെന്താണ്? ഒന്ന് ഉപവാസവും പ്രാർത്ഥനയും. 2 എന്താണ്? 2 നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങണം. 3 എന്താണ്? നമ്മൾക്ക് ജയം നമ്മളുടെ കരത്തിൽ വരുന്നിടം വരെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ദൈവം നമ്മളോട് ഈ ഒരു വചനത്തിലൂടെ, അല്ലെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ പറയാം, ഏത് വിഷയങ്ങൾക്കും വിടുതലില്ലാതെ, മറുപടിയില്ലാതെ നീ ഇരിക്കുവാണോ? ഉപവസിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ തയ്യാറായിക്കോ. ഏത് വിഷയത്തിനും ക്ഷണത്തിൽ മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.